ഹലോ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പീരിയഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ബൈബാക്കാണ്. പേജ് നമ്പർ 109 109. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്, അതായത് കമ്പനി ഷെയർ തിരിച്ച് പർച്ചേസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് സെക്ഷൻ 68 നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ബൈബാക്ക് ചെയ്യുന്ന സമയത്തുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ മീറ്റിങ്ങിന് എങ്ങനെയാണ് നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നത്, നോട്ടീസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പീരിയഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ബൈബാക്ക്. ഒരു ഷെയറിൻ്റെ ബൈബാക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ ബൈബാക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള പീരിയഡ് അല്ലെങ്കിൽ കാലാവധിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Every buyback shall be completed within 12 months from the date of passing the special resolution or a resolution passed by the board. ഒന്നെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ബോർഡിൻ്റെ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി 12 മാസത്തിനുള്ളിൽ, അതായത് ഒരു വർഷത്തിനുള്ളിലാണ് ബൈബാക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. മോഡ്സ് ഓഫ് ബൈബാക്കാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ദ ബൈബാക്ക് മേ ബി ഫസ്റ്റ് വൺ ഫ്രം ദ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ഹോൾഡേഴ്സ് ഓൺ എ പ്രൊപ്പോർഷനേറ്റ് ബേസിസ്. നിലവിലുള്ള സെക്യൂരിറ്റി ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആനുപാതികമായിട്ട് ബൈബാക്ക് ചെയ്യും. രണ്ടാമത്തെ ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്, ഓപ്പൺ മാർക്കറ്റിൽ പോയി സെക്യൂരിറ്റീസ് നമുക്ക് തിരിച്ചു മേടിക്കാം. മൂന്നാമത്തത് ബൈ പർച്ചേസിങ് ദ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ടു എംപ്ലോയീസ് ഓഫ് ദ കമ്പനി പെർസുവൻറ്റ് ടു എ സ്കീം ഓഫ് സ്റ്റോക്ക് ഓപ്ഷൻ ഓർ സെറ്റ് ഇക്വിറ്റി. സെറ്റ് ഇക്വിറ്റി ഷെയർ ആയിട്ടോ സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ പ്രകാരമോ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് തിരിച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 3 രീതിയിലാണ് ബൈബാക്ക് നടത്താനായിട്ട് സാധിക്കുന്നത്. അടുത്താണ് ഫയലിംഗ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. ഷെയർ ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷനോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെസൊല്യൂഷനോ പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള നെക്സ്റ്റ് മീറ്റിങ്ങിൽ, അതായത് ബൈബാക്കിന് മുൻപായിട്ട് തന്നെ എന്താണ്, ഈ കമ്പനിയുടെ രജിസ്ട്രാറിൻ്റെ അടുത്തും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൻ്റെ അടുത്തും ഇവരൊരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസിക്കകത്ത് ഒരു ഷാൽ ബി വെരിഫൈഡ് ബൈ ആൻ അഫിഡവിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സത്യപ്രസ്താവന ഉണ്ടായിരിക്കും. ടു ദ എഫക്റ്റ് ദാറ്റ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് മെയ്ഡ് എ ഫുൾ എൻക്വയറി ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി. നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ ഫുൾ അഫയേഴ്സ് അല്ലെങ്കിൽ ഫുൾ ഇടപാടുകൾ എൻക്വയറി ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ഇറ്റ്സ് ലയബിലിറ്റീസ് ആൻഡ് വിൽ നോട്ട് റെൻഡേർഡ് ഇൻസോൾവെൻറ്റ് വിത്തിൻ എ പീരിയഡ് ഓഫ് 1 year ഓഫ് ദ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ അഡോപ്റ്റഡ് ബൈ ദ ബോർഡ്. അപ്പോൾ കമ്പനിയുടെ ഫുൾ ഇടപാടുകൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ഇവർ പറയുന്നതായിട്ട് സത്യപ്രസ്താവനയായിട്ടാണ് കാണിക്കേണ്ടത്. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ കമ്പനിക്ക് ഒരിക്കലും ഇൻസോൾവൻ്റ് ആയിട്ട് പോകേണ്ടതായിട്ട് വരില്ല, അതായത് പാപ്പനായി പോവില്ല. നിലവിലുള്ള കടങ്ങളൊക്കെ വീട്ടാനായിട്ടുള്ള ആസ്തി അല്ലെങ്കിൽ അതിനുള്ള കഴിവ് കമ്പനിക്കുണ്ട്. ലയബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് കമ്പനി കേപ്പബിൾ ആണ് എന്നുള്ളൊരു അഫിഡവിറ്റാണ് അവരിതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ദ ഡിക്ലറേഷൻ ഷാൽ ബി സൈൻഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. ഈ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഈ പ്രസ്താവന കമ്പനിയുടെ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് എങ്കിലും സൈൻ ചെയ്യണം. വൺ ഓഫ് ഹും ഷാൽ ബി എ മാനേജിങ് ഡയറക്ടർ, അതിലൊരാൾ മാനേജിങ് ഡയറക്ടർ ആയിരിക്കണം. ദ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ഫയൽഡ് ബൈ ആൻ അൺലിസ്റ്റഡ് കമ്പനി. അപ്പം ലിസ്റ്റഡ് കമ്പനികൾ മാത്രമാണ് ഈ ഒരു ഫയലിംഗ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി നിർബന്ധമായിട്ടുള്ളത്. അതായത് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ലിസ്റ്റഡ് കമ്പനികളാണ്. ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണെങ്കിൽ അവരാണ് ചെയ്യേണ്ടത്. അൺലിസ്റ്റഡ് കമ്പനികൾക്ക് ഇത് കമ്പൽസറി അല്ല, അല്ലെങ്കിൽ അത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് എക്സ്റ്റിങ്വിഷ്മെൻറ്റ് ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ്. എക്സ്റ്റിങ്വിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. എക്സ്റ്റിങ്വിഷ്മെൻറ്റ് ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലും കേടാക്കുക, നശിപ്പിക്കുക എന്നൊക്കെയുള്ള മീനിങ്ങാണ്. വേറെ കമ്പനി ബൈ ബാക്ക് ഇറ്റ്സ് ഓൺ സെക്യൂരിറ്റീസ് ഇറ്റ് ഷാൾ എക്സ്റ്റിങ്വിഷ് ആൻഡ് ഫിസിക്കലി ഡെസ്ട്രോയ് ദ സെക്യൂരിറ്റീസ് സോ ബ്രോട്ട് വിത്തിൻ 7 days ഓഫ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ബൈബാക്ക്. ബൈബാക്ക് പൂർത്തീകരിച്ച് 7 ദിവസത്തിനുള്ളിൽ ഇവർ തിരിച്ചു മേടിച്ച മൊത്തം സെക്യൂരിറ്റീസ് നശിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, അതായത് അത് ഏതെങ്കിലും രീതിയിൽ ഡെസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്താണ് മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റർ ആൻഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ഏതെങ്കിലും ഒരു കമ്പനി അതിൻ്റെ ഷെയറുകൾ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷാൽ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് ബ്രോട്ട്. അപ്പോൾ അങ്ങനെ ബൈബാക്ക് ചെയ്യുന്ന സെക്യൂരിറ്റീസിനെ സംബന്ധിച്ച് ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ കൺസിഡറേഷൻ പെയ്ഡ് ഫോർ ദ സെക്യൂരിറ്റീസ് ബ്രോഡ് ബാക്ക്, ആ ഷെയർ തിരിച്ച് മേടിക്കാൻ വേണ്ടി എത്ര എമൗണ്ട് കൺസിഡറേഷനായിട്ട് പേ ചെയ്തു എന്നുള്ളത്. ദ ഡേറ്റ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ക്യാൻസൽ ചെയ്ത ഡേറ്റ്. ദ ഡേറ്റ് ഓഫ് എക്സ്റ്റിങ്വിഷിങ് ആൻഡ് ഫിസിക്കലി ഡിസ്ട്രോയിങ് ഓഫ് സെക്യൂരിറ്റീസ്,
ആ ഒരു സെക്യൂരിറ്റീസ് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞ ഡേറ്റ് ആൻഡ് സച്ച് അതർ പെർട്ടിക്കുലർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അങ്ങനെ ആ ഒരു ബൈബാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചുകൊണ്ട് ഒരു രജിസ്ട്രാർ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എ കമ്പനി ഷാൾ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ബൈബാക്ക് ഫയൽ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എ റിട്ടേൺ കണ്ടെയ്നിങ് സച്ച് particulars relating to the buyback within 30 days of such completion as may be prescribed. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു, ബൈബാക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്തും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അടുത്തും ഇതിനെ സംബന്ധിച്ച് ഒരു റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റാണ് പ്രോഹിബിഷൻ ഫോർ ബൈബാക്ക് ഇൻ സർട്ടൈൻ സർക്കംസ്റ്റൻസസ്. അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ ഷെയറുകൾ ബൈബാക്ക് ചെയ്യുന്നതിൽ നിന്നും നിരോധനമുള്ള ചില സാഹചര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നോ കമ്പനി ഷാൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ത്രൂ എനി സബ്സിഡിയറി കമ്പനി ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ സബ്സിഡിയറി കമ്പനി. ഒരു കമ്പനിക്ക് നേരിട്ടോ അതല്ലാതെയോ അതിൻ്റെ ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ സബ്സിഡിയറി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്സിഡിയറി കമ്പനികൾ വഴി അതിൻ്റെ തന്നെ ഷെയറുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് പാടില്ല. രണ്ടാമത്തെ ത്രൂ എനി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി വഴിയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, ഒന്നിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടോ ബൈബാക്ക് നടത്താനായിട്ട് പാടില്ല. തേർഡ് വൺ, ഇഫ് എ ഡീഫോൾട്ട് ഈസ് മെയ്ഡ് ബൈ ദ കമ്പനി ഇൻ ദ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റഡ് എയ്തർ ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ദെയറോൺ, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ പ്രിഫറൻസ് ഷെയർസ് ഓർ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ് ടു എനി ഷെയർ ഹോൾഡർ ഓർ repayment of any term loan or interest payable thereon to any financial institution or banking company. However, the buyback is not prohibited if the default is remedied and a period of 3 years has lapsed after such a default ceased to subsist. അതായത് കമ്പനി ഏതെങ്കിലും ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്തിയ കമ്പനി ആവാനായിട്ട് പാടില്ല. വീഴ്ച വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യത്തിലാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് റീപേ ചെയ്യുന്ന കാര്യത്തിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന കാര്യത്തിലോ ഡിബഞ്ചറോ പ്രിഫറൻസ് ഷെയറോ റിഡീം ചെയ്യുന്ന കാര്യത്തിലോ ഡിവിഡൻറ്റ് പേ ചെയ്യുന്ന കാര്യത്തിലോ ഏതെങ്കിലും ടേം ലോണുകളോ ഇൻട്രസ്റ്റ് പേയബിളോ റീപേ ചെയ്യുന്ന കാര്യത്തിലോ വീഴ്ച വരുത്തിയ കമ്പനികൾ ബൈബാക്ക് നടത്താനായിട്ട് പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരു സെൻറ്റൻസോടെ പറഞ്ഞിട്ടുണ്ട്, however the buyback is not prohibited if the default is remedied. ഇവർ വീഴ്ച വരുത്തിയ കാര്യം പറഞ്ഞല്ലോ, ഈ വീഴ്ച വരുത്തിയ കാര്യം ഓൾറെഡി പരിഹരിച്ചതാണ്. ആ ഒരു പ്രശ്നം തീർന്നിട്ട് 3 വർഷമെങ്കിലും കഴിഞ്ഞു. ആൻഡ് ദ പീരിയഡ് ഓഫ് 3 years has lapsed after such default ceased to subsist. ആ ഒരു ഡീഫോൾട്ട്, ആ ഒരു വീഴ്ച ceased to subsist എന്ന് പറഞ്ഞാൽ നിലനിൽപ്പില്ലാതായി പോയത്. അതായത് ആ വീഴ്ച അവിടെ ഇല്ലാതായിട്ട് 3 വർഷമെങ്കിലും ആയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഹിബിഷൻ ഇല്ല. അതല്ലാത്ത പക്ഷം ഇങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ച വരുത്തിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഷെയറുകൾ പ്രോഹിബിറ്റ് ചെയ്യുന്നതിൽ നിന്നും ബൈബാക്ക് ചെയ്യുന്നതിൽ നിന്നും പ്രോഹിബിഷനുണ്ട്. അപ്പോൾ ഈ 3 സാഹചര്യങ്ങളിലാണ് കമ്പനിക്ക് അതിൻ്റെ തന്നെ ഷെയറുകൾ ബൈബാക്ക് ചെയ്യത്തില്ലാത്ത. ഒന്നാമത്തെ, ഏതെങ്കിലും സബ്സിഡിയറീസ് വഴി അതിൻ്റെ തന്നെ ഷെയർ പർച്ചേസ് ചെയ്യാൻ പാടില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ വഴി പറ്റില്ല. പിന്നെ ഏതെങ്കിലും പേയ്മെൻറ്റിൽ വീഴ്ച വരുത്തിയ ഡീഫോൾട്ട് വരുത്തിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ ആ കമ്പനികൾക്കും ബൈബാക്ക് നടത്താനായിട്ട് സാധിക്കുന്നതല്ല. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ബുക്ക് ബിൽഡിംഗ്. ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു പോയിൻ്റാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോണം. ബുക്ക് ബിൽഡിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ജനറേറ്റിംഗ്, ക്യാപ്ചറിങ് ആൻഡ് റെക്കോർഡിംഗ് ഇൻവെസ്റ്റർ ഡിമാൻഡ് ഫോർ ഷെയർസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം ഫസ്റ്റ് സെൻറ്റൻസ്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ജനറേറ്റിംഗ്, ക്യാപ്ചറിങ് ആൻഡ് റെക്കോർഡിംഗ് ഇൻവെസ്റ്റർ ഡിമാൻഡ് ഫോർ ഷെയർസ്. നമ്മുടെ ഷെയറിന് ഇൻവെസ്റ്റർ എത്ര ഡിമാൻഡ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ ഭാഗത്തുനിന്ന് എത്ര ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ക്യാൻ ബി അഡോപ്റ്റഡ് ഡ്യൂറിങ് ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ IPO. ഒരു കമ്പനി ഫസ്റ്റ് ടൈമായിട്ട് പബ്ലിക്കിന് വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, ആദ്യത്തെ തവണ ഇഷ്യൂ ചെയ്യുന്നതാണ് അതിനെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് വിളിക്കുന്നത്. ഓർ സബ്സിക്വൻ്റ്ലി ഇൻ ഓർഡേഴ്സ് ടു സപ്പോർട്ട് എഫിഷ്യൻറ്റ് പ്രൈസ് ഡിസ്കവറി. ഒന്നുകിൽ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്, അതായത് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൻ്റെ സമയത്താവാം. അതല്ലാന്നുണ്ടെങ്കിൽ സബ്സിക്വൻ്റ്ലി പിന്നീടുള്ള ഓഫറിങ്ങിൻ്റെ സമയത്താവാം.
ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഓഫർ ചെയ്യുന്നതും, FPO എന്ന് പറഞ്ഞെങ്കിൽ ഫർദർ പബ്ലിക് ഓഫറാണ്. ഈ IPO കഴിഞ്ഞിട്ട് പിന്നീട് നടത്തുന്ന എല്ലാ ഓഫറുകളും FPO ആണ്. അപ്പോൾ IPOയ്ക്കും FPOയ്ക്കും ഈ ഒരു മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ഓർഡർ ടു സപ്പോർട്ട് എഫിഷ്യൻ്റ് പ്രൈസ് ഡിസ്കവറി. നമ്മുടെ ഷെയറിൻ്റെ പ്രൈസ് കാര്യക്ഷമമായിട്ട് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി ദ ഇഷ്യൂവർ അപ്പോയിൻ്റ് എ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ടു ആക്ട് ആസ് എ ബുക്ക് റണ്ണർ. അപ്പോൾ ഇവിടെ ബുക്ക് റണ്ണർ എന്നുകൊണ്ടൊരു വ്യക്തിയുണ്ട്. ഈ ബുക്ക് റണ്ണർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആയിരിക്കും. അതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇഷ്യൂവറാണ്. അതായത് ഏത് കമ്പനിയാണോ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അവരാണ് ആ ഒരു ബുക്ക് റണ്ണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ ദ പ്രൈസ് റേഞ്ച് അറ്റ് വിച്ച് ഷെയർസ് കുഡ് ബി സോൾഡ് ആർ ഡിറ്റർമിൻഡ്. അത് കഴിയുമ്പോൾ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും. അതായത് ഒരു 15 to 100 എന്ന് നമ്മൾ പറഞ്ഞ 50-നും 100-നും ഇടയ്ക്ക് അങ്ങനെ ഒരു റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും. യൂഷ്വലി ദ ഇഷ്യൂവർ സ്പെസിഫൈ ദ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ടു ബി ഇഷ്യൂഡ് ആൻഡ് ദ പ്രൈസ് ബാൻഡ് ഫോർ ദ ബിഡ്. അപ്പോൾ ഇവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തേ കാണിക്കുള്ളൂ, പ്രൈസ് ബാൻഡേ കാണിക്കുള്ളൂ. 50-നും 100-നും ഇടയ്ക്കുള്ള പ്രൈസിൽ വിൽക്കുമെന്നേ പറയുള്ളൂ. സ്പെസിഫിക് ആയിട്ട് എത്രയാണ് പ്രൈസ് എന്നുള്ളത് കാണിക്കത്തില്ല. പക്ഷേ എന്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും, നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് എത്രയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരിക്കും. The range is based on where comparable companies are trading and is an estimate of the value of the company that the market will bear. അപ്പോൾ ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ 50-നും 100-നും ഇടയ്ക്ക് എന്നുള്ള ഒരു റേഞ്ച് ഫിക്സ് ചെയ്ത് വെക്കുന്നത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുന്ന മറ്റ് കമ്പനികളുണ്ടെങ്കിൽ അവരുടെ ട്രേഡിങ്ങിനെയൊക്കെ നോക്കിയിട്ടോ, അതല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് കമ്പനിയുടെ ഷെയറിന് എത്ര രൂപയ്ക്ക് മേടിക്കാൻ താല്പര്യപ്പെടുമെന്നുള്ള ആ ഒരു അനുമാനത്തിൻ്റെ പുറത്തൊക്കെയാണ് ആ ഒരു വാല്യൂ, ആ ഒരു റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. The investor then bid to purchase an agreed number of shares for a price which they feel reflect fair price. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർ, അതായത് ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്, അവർ ബിഡുകൾ സമർപ്പിക്കും. ബിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏത് വിലയ്ക്കാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ഫെയർ വാല്യൂ എന്ന് തോന്നുന്ന എമൗണ്ടാണ് അവരതിനകത്ത് കാണിക്കുന്നത്. ദ ബുക്ക് റണ്ണർ വിൽ ദെൻ സെൻഡ് ഔട്ട് ദ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് ടു പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കളക്ട് ബിഡ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് അറ്റ് വേരിയസ് പ്രൈസസ് ബിറ്റ്വീൻ ദ ഫ്ലോർ പ്രൈസ് ആൻഡ് ദ ക്യാപ് പ്രൈസ്. അപ്പോൾ ഈ ബിഡ് കളക്ട് ചെയ്യുന്ന ബുക്ക് റണ്ണറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു ബാങ്കിനെയാണ് ബുക്ക് റണ്ണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ബുക്ക് റണ്ണർ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ്, നമ്മുടെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിഡുകൾ കളക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ബിഡിൻ്റെ അത് കാണിച്ചിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദ ഫ്ലോർ പ്രൈസ് ആൻഡ് ദ ക്യാപ് പ്രൈസ്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ, തറവിലയാണ്. ക്യാപ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലത്തെ വില. നമ്മൾ പറഞ്ഞില്ലേ ഒരു റേഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, 50-നും 100-നും ഇടയ്ക്ക് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 എന്ന് പറയുന്ന ഫ്ലോർ പ്രൈസും 100 എന്ന് പറയുന്ന ക്യാപ് പ്രൈസുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പ്രൈസ് ആയിരിക്കും ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ബിഡ് ക്യാൻ ബി റിവൈസ്ഡ് ബൈ ദ ബിഡർ ബിഫോർ ദ ബുക്ക് ക്ലോസസ്. അപ്പോൾ ഈ ഒരു ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ബിഡർ ഈ പറഞ്ഞ ബിഡറിന് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ബിഡ് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആദ്യം അയാൾ കൊടുത്ത സമയത്ത് 50 രൂപ എന്നാണ് കാണിച്ചത്, കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി 60 രൂപ കൊടുത്തേക്കാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുൻപാണെന്നുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദ ബിഡേഴ്സ് ക്യാൻ മേക്ക് ദെയർ ബിഡ് ഫോർ എ സ്പെസിഫൈഡ് ഡ്യൂറേഷൻ. ഒരു ഇത്ര നാളത്തേന് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ ബിഡ് വെക്കുന്നത്. ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ദ ബുക്ക് ബിൽഡിംഗ് പീരീഡ് ഓൾ ദ ആപ്ലിക്കേഷൻ റിസീവ്ഡ് till the last date are analyzed and the final offer price known as the cut off price is arrived at. അപ്പോൾ ഇതിനൊരു സമയം നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു പീരീഡ് എക്സ്പയർ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ബുക്ക് ബിൽഡിംഗ് പീരീഡ് ക്ലോസ് ആയി കഴിയുമ്പോഴത്തേനും കിട്ടിയ എല്ലാ ആപ്ലിക്കേഷൻസും, ആ ഒരു ഡേറ്റ് വരെ കിട്ടിയ എല്ലാ ആപ്ലിക്കേഷൻസിനെയും കൂടെ അനലൈസ് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രൈസ് ഫിക്സ് ചെയ്യും. ഒരു കട്ട് ഓഫ് പ്രൈസ് അവിടെ ഫിക്സ് ചെയ്യും. ദ ഫൈനൽ പ്രൈസ് ഇസ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ഫോർ ദ ഹയസ്റ്റ് price at which the shares are offered can be sold. If the price quoted by an investor is less than the final price, he will not get allotment. അപ്പോൾ ഈ ഒരു ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ബിഡ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ പിന്നീട് ഷെയർ കിട്ടുകയുള്ളൂ. അതാണ് പിന്നത്തെ നമ്മൾ ഷെയർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രൈസാണ് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത്. നിലവിൽ വന്നിരിക്കുന്ന ഡിമാൻഡിൻ്റെ ബേസിസിലാണ് ആ ഒരു ഫൈനൽ പ്രൈസ്
നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് ബിഡ് വിളിച്ച ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ ബിഡ് സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഷെയർ പിന്നീട് കിട്ടുകയുള്ളൂ. The main difference between the book building method and the fixed price method is that the former the issue price is not decided initially. അപ്പം അടുത്തത് പറഞ്ഞിരിക്കുന്ന ബുക്ക് ബിൽഡിംഗ് മെത്തേഡും ഫിക്സഡ് പ്രൈസ് മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സഡ് പ്രൈസ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ പ്രൈസ് ആദ്യമേ ഫിക്സ് ചെയ്യത്തില്ല. ദ ഇൻവെസ്റ്റർ ഹാവ് ടു ബിഡ് ഫോർ ദ ഷെയർസ് വിത്തിൻ ദ പ്രൈസ് റേഞ്ച് ഗിവൺ. അവിടെ എന്താ പറയുള്ളൂ, ഒരു ഫിക്സഡ് പ്രൈസിന് പകരം ഒരു പ്രൈസ് റേഞ്ചേ പറയുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആ ഒരു റേഞ്ചിനുള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രൈസാണ് കോട്ട് ചെയ്യുന്നത്. ദി ഇഷ്യൂ പ്രൈസ് ഇസ് ഫിക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ദ ഷെയർ. നമുക്ക് എത്ര ഷെയർ സപ്ലൈ ചെയ്യാനായിട്ട് കയ്യിലുണ്ട്, എത്ര ഷെയറിന് ഡിമാൻഡ് വന്നിട്ടുണ്ട്, അതിൻ്റെ ബേസിസിലാണ് ഇഷ്യൂ പ്രൈസ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ദ ഫിക്സഡ് പ്രൈസ് മെത്തേഡ് ദ പ്രൈസ് ഇസ് ഡിസൈഡഡ് അറ്റ് ദ സ്റ്റാർട്ട്. ഇൻവെസ്റ്റേഴ്സ് കനോട്ട് ചൂസ് ദ പ്രൈസ്. ഇപ്പോൾ ഫിക്സഡ് പ്രൈസ് മെത്തേഡിൽ പ്രൈസ് നേരത്തെ തന്നെ ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് അവിടെ പ്രൈസ് കോട്ട് ചെയ്യാനായുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ദേ ഹാവ് ടു ബൈ ദ ഷെയർസ് അറ്റ് ദ പ്രൈസ് ഡിസൈഡഡ് ബൈ ദ കമ്പനി. അപ്പം മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ കമ്പനി പറയുന്ന പ്രൈസിൽ വേണം അത് മേടിക്കാനായിട്ട്. ടു സമറൈസ്, ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ദാറ്റ് ദ മെത്തേഡ് ഓഫ് ഓഫറിംഗ് ഷെയർസ് ബൈ പ്രൊവൈഡിങ് എ പ്രൈസ് റേഞ്ച് ഈസ് കോൾഡ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്. അപ്പം ഫിക്സഡ് ആയിട്ടൊരു പ്രൈസ് പറയാതെ ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞുകൊണ്ട് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ മാർക്കറ്റ് ടു ഡിസ്കവർ പ്രൈസ് ഫോർ ദ സെക്യൂരിറ്റീസ് വിച്ച് ആർ ഓൺ ഓഫർ. അപ്പം നിലവിൽ ഓഫർ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റീസിന് ഒരു നല്ല പ്രൈസ് ഡിസ്കവർ ചെയ്യാനായിട്ട് മാർക്കറ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഒരു അവസരം കൊടുക്കുന്ന മെത്തേഡാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ലേലം വിളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ മേലേ, ഒരു സാധനം നമ്മൾ വിൽക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും അവിടെ വില പറയാനായിട്ടുള്ള അധികാരമുണ്ട്. ആരാണോ ഹയസ്റ്റ് പ്രൈസ് പറയുന്നത് അയാൾക്കാണ് ആ ഒരു സാധനം കിട്ടുന്നത്. ഏകദേശം അതേപോലെയാണ് ഈ ബുക്ക് റണ്ണിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഷെയർ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു തറവെന്നല വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും. അതിനുള്ളിലുള്ള ഏത് വില വേണമെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് പറയാനായിട്ട് സാധിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം കമ്പനിയുടെ ബുക്ക് റണ്ണർ അല്ലെങ്കിൽ കമ്പനി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ബുക്ക് റണ്ണർ വന്നിരിക്കുന്ന ഡിമാൻഡ് ഫുള്ളൊന്ന് അനലൈസ് ചെയ്ത് നോക്കും. ഓരോ ആൾക്കാരും എത്ര വിലയ്ക്കാണ് മേടിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കും. കമ്പനിയുടെ കയ്യിൽ എത്ര ഷെയർ വിൽക്കാനുണ്ട് എന്നുള്ളത് നോക്കും. എന്നിട്ട് ആ ഒരു സപ്ലൈനെയും ഡിമാൻഡിനെയും ബേസ് ചെയ്തിട്ട് ഏറ്റവും അവസാനം മാത്രമേ പ്രൈസ് ഫിക്സ് ചെയ്യുള്ളൂ. ആ ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ ആ ഒരു തുക അതിൻ്റെ മുകളിലേക്കോ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഷെയർ കിട്ടുള്ളൂ. അതിൻ്റെ താഴേക്ക് ബിഡ് വെച്ച ആൾക്കാർക്കൊന്നും ഷെയർ കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. അപ്പം ഇതോടുകൂടി നമ്മുടെ 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുകയാണ്. 4th മൊഡ്യൂളിൽ തൊട്ട് ലൈവ് ക്ലാസ് എടുക്കാനായിട്ടാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇത്തരം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.